കോൺഗ്രസിൽ തിരക്കിട്ട മുഖ്യമന്ത്രി ചർച്ചയാണ് നടക്കുന്നത്. കെ.സി. വേണുഗോപാലിനും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമായി പ്രവർത്തകരുടെ ചരടുവലി തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് മുതൽ തുടങ്ങിയ ഫ്ലക്സ് പോര് ഇന്നും കണ്ടു. വിവിധയിടങ്ങളിൽ അവകാശവാദവുമായി 3 പേർക്കുമായി ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. ചരടുവലികൾ ശക്തമായതോടെ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡിന് കഠിനമാകും. ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തല സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരെ കണ്ടു. നാളെ നിയുക്ത എം.എൽ.എമാരുടെ നിർണായക യോഗം ചേരുന്നുണ്ട്. ACC നിരീക്ഷകർ ഉടൻ കേരളത്തിലെത്തും. നിയുക്ത എം.എൽ.എമാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണാനാണ് തീരുമാനം. വിവരങ്ങളുമായി PR അരവിന്ദ് ഉണ്ട് ഡൽഹിയിൽ നിന്നും. ഒപ്പം അലക്സ് റാം മുഹമ്മദും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ആദ്യം നമ്മൾ PR അരവിന്ദിലേക്കാണ് പോകുന്നത്. അരവിന്ദ്, ഇപ്പോൾ രമേശ് ചെന്നിത്തല ഡൽഹിയിൽ എത്തിയിരിക്കുന്നു. സോണിയാഗാന്ധിയെ കണ്ട് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ACC നിരീക്ഷകർ അവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും പരസ്യമായ ഈ അവകാശവാദങ്ങളൊന്നും ഈ 3 നേതാക്കളും ഉന്നയിക്കുന്നില്ലെങ്കിലും അണിയറയിൽ ചരടുവലികൾ നടക്കുന്നുണ്ട്, സജീവമായി നടക്കുന്നുണ്ട്. എന്താണ് ഡൽഹിയിൽ നിന്ന് വരുന്ന പുതിയ വിവരങ്ങൾ? അമലനുജ, നിർണായകമായ ചർച്ചകളാണ് ഇന്ന് ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നത്. ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തല കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുമായും ആ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളെന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോഴും കേരളത്തിലടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായെന്നതാണ് മനസ്സിലാകുന്നത്. രാവിലെ 9:30 കൂടിയാണ് രമേശ് ചെന്നിത്തല ഡൽഹിയിലേക്ക് എത്തിയത്. 11:30 കൂടി തന്നെ സോണിയാഗാന്ധിയുടെ വസതിയിലെത്തുകയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചു എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ വിജയത്തിൽ കേരളത്തിലെ നേതാക്കളെയും അതുപോലെ തന്നെ തന്നെയും രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചു എന്നതാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. അതേസമയം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്നുകൂടി രമേശ് ചെന്നിത്തല ഈ യോഗത്തിന് ശേഷം വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം രമേശ് ചെന്നിത്തല നേരെ പോയത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്കായിരുന്നു. ഏകദേശം 20 മിനിറ്റോളം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു. കൃത്യമായി മുഖ്യമന്ത്രി പദത്തിലേക്ക് തനിക്ക് അവകാശമുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ രമേശ് ചെന്നിത്തല മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം താനൊരു മുതിർന്ന നേതാവാണ്, മുൻപും പലതവണ തനിക്ക് മാറി നിന്ന് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ രമേശ് ചെന്നിത്തല അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിരീക്ഷകർ ഇന്ന് തന്നെ കേരളത്തിലേക്ക് എത്തും. 3:30 കൂടിയാണ് നിരീക്ഷകർ കേരളത്തിലേക്ക് തിരിക്കുന്നത്. കേരളത്തിലെത്തുന്ന നിരീക്ഷകർ MLA-മാരുമായും അതുപോലെ തന്നെ മറ്റ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഏറ്റവും അധികം പിന്തുണ MLA-മാരുടെ പിന്തുണ ആർക്കുണ്ടെന്ന കാര്യം കൃത്യമായി തന്നെ ഹൈക്കമാൻഡിനെ അറിയിക്കും. അതിനുശേഷമായിരിക്കും ഹൈക്കമാൻഡ് ഒരു തീരുമാനം ഈ വിഷയത്തിൽ എടുക്കുക. നിലവിൽ 3 പേരുകളാണ് വലിയ ചർച്ചയായി ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വന്നത്. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ കെ.സി. വേണുഗോപാൽ. ഈ 3 നേതാക്കളും പിന്നോട്ട് പോകാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ MLA-മാരുടെ പിന്തുണ അടക്കം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് പോകുക. നാളെയാണ് നിയമസഭാ കക്ഷി യോഗം ചേരാൻ പോകുന്നത്. അതിനുശേഷം MLA-മാരെ പ്രത്യേകം കണ്ട ശേഷം നിരീക്ഷകർ ഹൈക്കമാൻഡിന്റെ നിലപാട് അറിയിക്കും. എന്തായാലും കെ.സി. വേണുഗോപാലിന് നിലവിൽ കൂടുതൽ MLA-മാരുടെ പിന്തുണ ഉണ്ടെന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും എന്ത് മാനദണ്ഡമായിരിക്കും ഹൈക്കമാൻഡിന് തീരുമാനിക്കുക എന്നതും ശ്രദ്ധേയമാകും. അമലനുജ, അതാണ് അലക്സ് റാം മുഹമ്മദ് കൂടിയുണ്ട്. അലക്സ്, നിരീക്ഷകർ 3:30 അവിടെ നിന്ന് തിരിക്കുകയാണ്, ഡൽഹിയിൽ നിന്ന് തിരിക്കുന്നു. ഇതിപ്പോൾ ഡൽഹിയിൽ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, കെ.സി. വേണുഗോപാൽ ഉണ്ടായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല പറഞ്ഞത് മഹാരാഷ്ട്രയിലെ കാര്യങ്ങളാണ് ചർച്ചയായത് എന്ന് പറയുന്നതിനൊപ്പം തന്നെ മാധ്യമങ്ങളോട് രാവിലെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. ഉചിതമായ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുമെന്ന് കരുതുന്നു. ഇതിൽ ഫ്ലെക്സ് വയ്ക്കുന്നതോ അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിലൂടെ PR വർക്ക് നടത്തുന്നതോ ഒന്നും അല്ല കാര്യം എന്നൊക്കെ പറയുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ ഒരു സീനിയോറിറ്റി എന്നുള്ളത് ഹൈക്കമാൻഡ് പരിഗണിക്കും എന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട് എന്ന് കരുതുന്നു. എന്നാൽ MLA-മാരുടെ കണക്ക് നോക്കുമ്പോൾ അത് കെ.സി. വേണുഗോപാലിന് അനുകൂലമാകും. തൊട്ട് പിന്നിലാണ് രമേശ് ചെന്നിത്തല ഉള്ളത്. വി.ഡി. സതീശനാകട്ടെ ഏറ്റവും കുറവ് MLA-മാരുടെ പിന്തുണയാണ് ഉള്ളത് എന്നതും വളരെ പ്രധാനമാണ്. അപ്പോൾ എങ്ങനെയാകും ഹൈക്കമാൻഡ് ഇതിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. MLA-മാരെ പ്രത്യേകം കണ്ട് അഭിപ്രായം ചോദിച്ചാലും ആർക്ക് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അലക്സ്, അനുജ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി ഈ 3 നേതാക്കളുടെയും ബ്രിഗേഡുകൾ, വി.ഡി. സതീശനായി വി.ഡി. ബ്രിഗേഡ്, കെ.സി. വേണുഗോപാലിനായി കെ.സി. ബ്രിഗേഡ്, ഒപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് RC ബ്രിഗേഡ്, അവരുടെ ജോലി കൃത്യമായി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നേതാക്കൾ കൂടി ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ചരടുവലികൾ ആരംഭിച്ചത്. അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. നേതാക്കൾ കൂടി അവകാശവാദവുമായി പരസ്യമായി പുറത്തിറങ്ങുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് രമേശ് ചെന്നിത്തല ഇന്നലെ രാത്രിയോടുകൂടി ഡൽഹിയിലെത്തിയതും ഇന്ന് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അദ്ദേഹം സംസാരിച്ചതും. ഇന്ന് ACC കേരളത്തിലേക്ക് വേണ്ടി നിയോഗിച്ച ഈ നിരീക്ഷകർക്കൊപ്പം അദ്ദേഹം ഇന്ന് കേരളത്തിലേക്ക് മടങ്ങുന്നതുമൊക്കെ അതിന്റെ സൂചനയാണ്. അദ്ദേഹത്തിന്റെ അവകാശവാദം നമ്മൾ കേട്ടതാണ്. മുതിർന്ന നേതാവാണ്. ഇതിൽ രമേശ് ചെന്നിത്തലയുടെ ക്ലെയിം പ്രധാനപ്പെട്ടതാണ്. 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോൾ താനായിരുന്നു ആ പേര് നിർദ്ദേശിച്ചത്, ഉമ്മൻചാണ്ടിയുടെ പേര് നിർദ്ദേശിച്ചത്. കാരണം സീനിയർ ഉമ്മൻചാണ്ടി ആയിരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതിനർത്ഥം താൻ നിലവിൽ സീനിയറാണ്. അത് കെ.സി. വേണുഗോപാലിനേക്കാളും വി.ഡി. സതീശനേക്കാളും സീനിയോറിറ്റി തനിക്കുണ്ട് സംഘടനാ പ്രവർത്തനത്തിൽ. അതുകൊണ്ട് സ്വാഭാവികമായി തന്നെ അതിൽ പരിഗണിക്കും
പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത്. അതുമാത്രമല്ല സാമുദായിക ഘടകങ്ങളുടെ കൂടി പിന്തുണ അദ്ദേഹം ഉറപ്പിക്കുന്നുണ്ട്. NSSന്റെയും SNDPയുടെയും പിന്തുണ അദ്ദേഹം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. KC വേണുഗോപാലിനാകട്ടെ, KC വേണുഗോപാലിന് നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ 2/3 ഭൂരിപക്ഷം KC വേണുഗോപാലിനൊപ്പമാണ്. അതായത് ഏറെക്കുറെ 50-നടുത്ത് MLA-മാരുടെ ഭൂരിപക്ഷം KCക്കൊപ്പം ഉണ്ടെന്ന് KC ഗ്രൂപ്പ് അവകാശപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല സംഘടനയ്ക്കുള്ളിലെ ശക്തി, സംഘടന മുഴുവൻ അദ്ദേഹത്തിന്റെ കയ്യിലാണ്, പ്രത്യേകിച്ച് ഭാരവാഹികൾ മുഴുവൻ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. സ്വാഭാവികമായി ആ ക്ലെയിം അങ്ങനെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മുന്നോട്ട് വെച്ചാൽ പരിഗണിക്കേണ്ടി വരും. അതിൽ പ്രധാനമായി മുൻ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെലങ്കാനയിലും കർണാടകയിലും ഇത്തരം ഒന്നിൽ കൂടുതൽ മുഖ്യമന്ത്രിമാരുടെ പേരുകൾ പരിഗണനയ്ക്ക് വന്നപ്പോൾ ഹൈക്കമാൻഡ് പരിഗണിച്ചത് നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ അഭിപ്രായമായിരുന്നു എന്നുള്ളതാണ്. തെലങ്കാനയിലും കർണാടകയിലും സമാന സാഹചര്യമുണ്ടായി. അതാണ് KC ഗ്രൂപ്പ് അനുകൂല ഘടകമായി ഈ സമയം വിലയിരുത്തുന്നത്. കേരളത്തിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട 63 MLA-മാരിൽ നിന്ന് അഭിപ്രായം തേടിയാൽ അതിൽ 50-നടുത്തെങ്കിലും പേർ KCക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അത് KC വേണുഗോപാൽ അങ്ങനെ അവകാശപ്പെടുന്നുണ്ട്. ഹൈക്കമാൻഡ് ആ ഒരു മാനദണ്ഡം നോക്കിയാൽ സ്വാഭാവികമായി KC വേണുഗോപാലിനെ അല്ലെങ്കിൽ പരിഗണിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും ഈ നായകൻ ആരാണെന്നുള്ള ചോദ്യമാണ് VD സതീശന്റെ അനുകൂലികൾ ഉയർത്തുന്നത്. ഈ പോര് നയിച്ചത്, ഈ പോരാട്ടം നയിച്ചത് VD സതീശനാണ്. സ്വാഭാവികമായി ആ നയിച്ചവന് തന്നെയാണ് നാട് നയിക്കാനുള്ള അർഹതയുമെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഒപ്പം പൊതുസമൂഹത്തിലും UDF-ലാകെയുമുള്ള സ്വീകാര്യത കൂടി VD സതീശനൊപ്പമുണ്ട് എന്നുള്ളത് അവർ അവകാശപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ പ്രധാനപ്പെട്ട കാര്യമാണ്. അണികളിൽ നല്ലൊരു വിഭാഗവും VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന ഉറച്ച നിലപാടിലാണ്. അദ്ദേഹം ഇറങ്ങുന്നിടത്ത് കൂടുന്ന ആളും ആരവും ഒക്കെ അതിന്റെ തെളിവാണ് എന്ന് VD സതീശൻ അനുകൂലികൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ AICC നിരീക്ഷകർ അജയ് മാക്കനും ഒപ്പം മുകുൾ വാസ്നിക്കും കേരളത്തിലേക്ക് എത്തും. മനസ്സിലാക്കുന്ന 6:30 മണിയോടുകൂടി അല്ലെങ്കിൽ 7 മണിയോടുകൂടി അവർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ എത്തുന്ന സമയം ഒരു ഗ്രൂപ്പ് ബലാബലം അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ശക്തി വിളിച്ചോതുന്ന ഓരോ പ്രകടനവും മറ്റുമൊക്കെ നടത്താനുള്ള തീരുമാനത്തിലേക്ക് RC VD ബ്രിഗേഡുകൾ നീങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു പശ്ചാത്തലം ഒരുക്കുകയാണ്. കേരളത്തിന്റെ സാഹചര്യം ഇതാണ്. അതായത് ഇവിടെ തങ്ങൾക്കാണ് അനുകൂല ഘടകമുള്ളത്, തങ്ങൾ നേതാവാകണം, മുഖ്യമന്ത്രിയാകണം എന്ന് വാദിക്കുന്നവരാണ് ഇവിടെ കൂടുതലെന്ന് ഹൈക്കമാൻഡിലേക്ക് ബോധിപ്പിക്കാനുള്ള ശ്രമം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അകത്തും പുറത്തുമൊക്കെയായി സജീവമായി തുടരുകയാണ് ഈ സമയങ്ങളിൽ. നാളെ പ്രധാനപ്പെട്ട പാർലമെന്ററി പാർട്ടി യോഗം, നിർണായകമായ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ MLA-മാരുടെ യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ MLA-മാരുടെ അഭിപ്രായം കേൾക്കും. അത് മാത്രമല്ല ഒറ്റയ്ക്കും, അതായത് ഓരോ MLA-മാരെ മാറ്റി നിർത്തിയും അവരുടെ അഭിപ്രായം ചോദിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.